കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കേന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരായ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ലോക ചരിത്രത്തിൽ നാം കണ്ടിട്ടുള്ളതിൽ വച്ച് വളരെ വ്യത്യസ്തമായ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുക. ഫ്രാൻസിലെ പോണ്ട് മെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് 1871 ജനുവരി മാസം 17-ാം തീയതി പരിശുദ്ധ അമ്മ വളരെ വ്യത്യസ്തമായ ഒരു പ്രത്യക്ഷപ്പെടലുകൾ നൽകുകയുണ്ടായി. ഈ പ്രത്യക്ഷപ്പെടലിന് മറ്റ് പ്രത്യക്ഷപ്പെടലുകളെക്കാളൊക്കെ പ്രത്യേകമായ ചില സവിശേഷതയുണ്ട്. ഈ സവിശേഷതകൾ എന്താണെന്നും പരിശുദ്ധ അമ്മ പോണ്ടുമേൽ നൽകിയ ഈ പ്രത്യക്ഷപ്പെടലിൻ്റെ അർത്ഥവും കാരണവും എന്താണെന്നും പോണ്ട്മേനിലെ ഈ പ്രത്യക്ഷപ്പെടലിൽ പരിശുദ്ധ അമ്മ ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്താണെന്നും വളരെ പ്രത്യേകമായി പോണ്ട്മേനിലെ പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടലിന് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ചില ബന്ധങ്ങൾ എന്താണെന്നുമൊക്കെ നമ്മൾ ഈ എപ്പിസോഡിലൂടെയും ഇനി വരുവാൻ പോകുന്ന 2-3 എപ്പിസോഡിലൂടെയും മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, 1871 ജനുവരി മാസം 17-ാം തീയതി പരിശുദ്ധ അമ്മ ഫ്രാൻസിലെ പോണ്ട്മേനിൽ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങളുടെ ആകത്തുക നമ്മൾ ഈ എപ്പിസോഡിലൂടെ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം ആദ്യം തിരിച്ചറിയുന്നത് ഉചിതമാണ്. പ്രിയമുള്ളവരെ, നെപ്പോളിയൻ 3-ാമൻ ചക്രവർത്തിയാണ് അന്ന് ഫ്രാൻസ് ഭരിക്കുക. അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരവും അദ്ദേഹത്തിൻ്റെ ഭരണപാഠവുമൊക്കെ ഫ്രാൻസിന് ഒരുപാട് അനുഗ്രഹപ്രദമായിരുന്നു. ഫലപ്രദമായ ഒരുപാട് പരിഷ്കാരങ്ങൾ അദ്ദേഹം ഫ്രാൻസിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ഈ പരിഷ്കാരങ്ങളും ഭരണത്തിലുള്ള കഴിവുമൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു. ഏകാധിപതിയായിരുന്നിട്ടും ജനങ്ങൾ അദ്ദേഹത്തെ കാര്യമായി സപ്പോർട്ട് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു. ഇപ്രകാരം തൻ്റെ ജനത്തെ തന്നിലേക്ക് അടുപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി വളരെ നല്ല പദ്ധതികളും പോളിസികളുമൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് നെപ്പോളിയൻ 3-ാമൻ ഫ്രാൻസ് ഭരിച്ചിരുന്ന കാലം, അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഫ്രാൻസിൻ്റെ സമ്പത്ത് ഒത്തിരി വർദ്ധിച്ചു. വളരെ വിദഗ്ധമായൊരു വിദേശ നയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് പ്രഷ്യൻ സാമ്രാജ്യം ഒട്ടോവൻ ബിസ്മാർക്ക് എന്ന് പറയുന്ന ഒരു തലവൻ്റെ കീഴിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നത്. രാഷ്ട്രമീമാംസയിലും യുദ്ധതന്ത്രങ്ങളിലുമൊക്കെ അഗ്രഗണ്യനായിരുന്നു ഒട്ടോവൻ ബിസ്മാർക്ക്. പ്രിയമുള്ള സഹോദരങ്ങളെ,
1870 ഒക്ടോവൻ ബിസ്മാർക്കിൻ്റെ തന്ത്രശാലിയായ ഈ നേതാവിൻ്റെ നീക്കത്തിനെതിരായി നെപ്പോളിയൻ മൂന്നാമൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. നെപ്പോളിയൻ മൂന്നാമൻ എടുത്ത ഈ തീരുമാനം വിവേകത്തോടു കൂടെ ആയിരുന്നില്ല. പ്രഷ്യൻ സൈന്യം ഫ്രാൻസിനെ ആക്രമിക്കുവാനായി കടന്നു വരുന്നു. 1871 ഒക്ടോബർ മാസത്തിൽ പ്രഷ്യൻ സൈന്യം ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസ് വളഞ്ഞു. പ്രിയമുള്ളവരെ, ഇതാണ് പോണ്ട്മെയിനിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ ഉള്ള ഒരു ചരിത്ര പശ്ചാത്തലം. ഇനി പോണ്ട്മെയിൻ എന്ന് പറയുന്ന ഈ സ്ഥലം ഫ്രാൻസിലെ ഒരു കൊച്ചു ഗ്രാമമാണ്. ഏതാണ്ട് 500 പേർ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. വളരെ വലിയ വിശ്വാസത്തിലും ദൈവഭയത്തിലും ജീവിച്ചിരുന്ന ജനങ്ങളായിരുന്നു പോണ്ട്മെയിനിലെ ജനങ്ങൾ. അവർ ഈ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു വരുവാനുള്ള കാരണം അവരുടെ വികാരിയച്ഛനായിരുന്നു. ആബേ മൈക്കിൾ ഗുവറിൻ എന്ന് പറയുന്ന വൃദ്ധനായ ഒരു വികാരിയച്ഛൻ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസ് ഉടനീളം വിശ്വാസരാഹിത്യത്തിലേക്കും മൂല്യച്യുതിയിലേക്കുമൊക്കെ കടന്നുപോയ സാഹചര്യത്തിൽ തൻ്റെ അജഗണങ്ങളെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി ഫാദർ ആബേ മൈക്കിൾ ഗുവറിൻ തൻ്റെ ദേവാലയത്തിൻ്റെ കേടുപാടുകളൊക്കെ പോക്കി പുതിയ നല്ല പെയിൻറ്റിങ്ങും പരിശുദ്ധ അമ്മയുടെയൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ച് ആളുകൾക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ ആകർഷണമാക്കിക്കൊണ്ടിരുന്നു. ഫാദർ ആബേ മൈക്കിൾ അദ്ദേഹത്തിൻ്റെ ദേവാലയത്തിൻ്റെ മുകൾ ഭാഗത്ത് സീലിങ്ങിൽ നല്ല നീല നിറത്തിലുള്ള ആകാശം പെയിൻറ് ചെയ്ത് അതിൽ വെള്ള നക്ഷത്രങ്ങളുടെ പെയിൻറ്റിങ്സ് നിറച്ചിരുന്നു. അപ്പോൾ ആളുകൾ ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ മുകളിലേക്ക് നോക്കി ഒരു സ്വർഗീയ അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇത് ചെയ്യുക. സ്വർഗത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ എത്തപ്പെടുമെന്നും ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും ഒക്കെ ഉള്ള ഒരു പ്രതീക്ഷ ഈ മക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ മനോഹരമായൊരു ചിത്രം അദ്ദേഹം തൻ്റെ ദേവാലയത്തിന് മുകളിൽ വരച്ചു വയ്ക്കുക. അതോടൊപ്പം തന്നെ ഫാദർ ആബേ മൈക്കിൾ ഒരു മാതൃഭക്തനായിരുന്നു. അദ്ദേഹം വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനെ ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒരു വികാരിയായിരുന്നു. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് നമുക്കറിയാം പരിശുദ്ധ അമ്മയെ അത്രമാത്രം ആദരിക്കുകയും അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുകയും പ്രസംഗിക്കുകയും യഥാർത്ഥ മരിയഭക്തി എന്ന പരിശുദ്ധ അമ്മയുടെ ആ വലിയ പുസ്തകമൊക്കെ എഴുതി ഇന്ന് അനേകരെ അമ്മയിലൂടെ ഈശോയിൽ എത്തിക്കുന്ന ഒരു മഹാവിശുദ്ധനാണല്ലോ. ഈ വിശുദ്ധൻ്റെ ഒരു പ്രത്യേക ഭക്തനായിരുന്നു അന്നത്തെ വികാരിയായിരുന്ന ഫാദർ ആബേ മൈക്കിൾ ഗുവറിൻ. അതുകൊണ്ട് അദ്ദേഹം ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ ചില തിരുസ്വരൂപങ്ങളൊക്കെ കൊത്തിവെച്ചിരുന്നു. നീല അങ്കിയിട്ട പരിശുദ്ധ അമ്മ, അതോടൊപ്പം തന്നെ അമ്മയുടെ ചില ചിത്രങ്ങളിൽ അങ്കിയിൽ നക്ഷത്രങ്ങൾ അദ്ദേഹം വരച്ചു വെച്ചിരുന്നു. അമ്മ കൈവിരിച്ച് മുന്നോട്ട് പിടിച്ച് നമ്മളെ സ്വാഗതം ചെയ്യുന്ന രീതിയിലുള്ള രൂപങ്ങളും തിരുസ്വരൂപങ്ങളൊക്കെ ദേവാലയത്തിലുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം ആ നാട്ടിലെ ജനങ്ങൾക്ക് വർദ്ധിച്ചു കൊണ്ടിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ജനസമൂഹമാണ് പോണ്ട്മെയിനിലെ വിശ്വാസികൾ. 1871 ജനുവരി 17 ആയപ്പോഴേക്കും പ്രഷ്യൻ സൈന്യം തങ്ങളുടെ ജനറലായ സ്മിത്തിൻ്റെ നേതൃത്വത്തിൽ ലാവലിൻ വളഞ്ഞു. ലാവലിൻ എന്ന് പറയുന്ന സ്ഥലം പോണ്ട്മെയിനിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ മാത്രം അകലെയാണ്. ലാവലിൽ നിന്നും
30 കിലോമീറ്റർ വടക്കോട്ട് മാറിയ ഒരു സ്ഥലമാണ് പോണ്ട്മെയിൻ. അപ്പോൾ പ്രഷ്യൻ സൈന്യം ലാവൽ എത്തിയ ഉടനെ തന്നെ ഇനി അധികം താമസിയാതെ പോണ്ട്മെയിനിലും പ്രഷ്യൻ സൈന്യം വരും, പോണ്ട്മെയിൻ കീഴടക്കും എന്ന ഒരു സ്ഥിതിയിലായി. പ്രഷ്യൻ സൈന്യത്തിൻ്റെ കൂട്ടക്കൊല ഭയന്ന് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ കൂട്ടമായി പലായനം ചെയ്യുവാനായിട്ട് തുടങ്ങി. ഇപ്രകാരം ജനം മുഴുവൻ ഭയപ്പെട്ടിരുന്ന സമയത്ത് വികാരിയായ വൃദ്ധനായ ഫാദർ ആബെ മൈക്കിൾ ഗുവറിൻ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ മാത്രമല്ല മക്കളെ, നിങ്ങൾ ത്യാഗം ചെയ്ത് പരിത്യാഗം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മോട് കരുണ കാണിക്കും, നിങ്ങൾ ഭയപ്പെടരുത്, ദൈവം നമ്മോട് കരുണ കാണിക്കും. അദ്ദേഹം കൂട്ടിച്ചേർത്തു, നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം വഴി ദൈവം നമ്മളെ സംരക്ഷിക്കും, അതുകൊണ്ട് ധൈര്യമായിരിക്കുവാൻ പറഞ്ഞ് തൻ്റെ അജഗണങ്ങളെ ഒന്നിച്ചു ചേർത്ത് പ്രാർത്ഥനയിൽ ഈ വൃദ്ധവൈദികൻ അവർക്ക് പ്രതീക്ഷ നൽകി അവരെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരുന്നു. വളരെ സങ്കീർണമായ സാഹചര്യമാണ്, യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ പ്രഷ്യ സൈന്യം തങ്ങളെയൊക്കെ ആക്രമിക്കുമെന്ന ഭയം. എന്നാൽ പരിശുദ്ധ അമ്മയിൽ ഐക്യപ്പെട്ട് ഒരു ഇടവക മുഴുവനും പ്രാർത്ഥിക്കുകയാ വികാരിയോട് ചേർന്ന്. വികാരിയുടെ വാക്കുകൾ ഇപ്രകാരമാ, നിങ്ങൾ ഭയപ്പെടരുത്, നമുക്ക് ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാം, ദൈവം നമ്മോട് കരുണ കാണിക്കും, നമ്മുടെ അമ്മയായ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് സ്വർഗത്തിൽ നിന്ന് സഹായം എത്തും എന്നുള്ള വൃദ്ധവൈദികൻ്റെ ആ വാക്കുകൾ കേട്ട് ജനം ശക്തി പ്രാപിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം കലുഷിതമായ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പോണ്ട്മെയിനിലെ ഒരു വിശ്വാസിയായ വ്യക്തിയായിരുന്നു സീസർ. സീസറിൻ്റെ ഭാര്യ വിക്ടോറിയ. ഇവരുടെ കുടുംബ പേര് ബർബഡേറ്റ് എന്നാണ്, സീസർ ബർബഡേറ്റ്. സീസർ ബർബഡേറ്റിനും വിക്ടോറിയയ്ക്കും 3 കുഞ്ഞുങ്ങൾ. ജോസഫ് എന്ന് പറയുന്ന 10 വയസ്സുകാരനായ ഒരു കുട്ടി, എവുജിൻ എന്ന് പറയുന്ന 12 വയസ്സുകാരനായ മറ്റൊരു കുട്ടി, ആഗസ്തി എന്ന് പറയുന്ന 18 വയസ്സുകാരനായ ഒരു കുട്ടി. ആഗസ്തി 18 വയസ്സായതിനാൽ അവൻ നിർബന്ധിതമായി സൈന്യത്തിൽ ചേർന്ന് തൻ്റെ മാതൃരാജ്യത്തിന് വേണ്ടി പ്രതിരോധിക്കുന്നതിന് വേണ്ടി സൈന്യത്തിൽ ചേർന്നിരിക്കുകയാണ്. എന്നാൽ മറ്റു 2 കുട്ടികൾ വീട്ടിലുണ്ട്. 1871 ജനുവരി മാസം 17-ാം തീയതി വൈകുന്നേരം എബുജിൻ എന്ന് പറയുന്ന 12-കാരൻ തൻ്റെ വീടിന് മുറ്റത്തുള്ള കളപ്പുരയിലേക്ക് ഓടിച്ചെന്നു, കളിക്കുന്നതിന് വേണ്ടി ഓടിച്ചെന്നു. അവൻ ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ ആകാശം മുഴുവൻ നക്ഷത്രങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അവൻ കണ്ടു. ആകാശം നീല നിറത്തിൽ നിൽക്കുന്നു, ആകാശം മുഴുവനും നക്ഷത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ആകാശത്തിൻ്റെ ഒരു ഭാഗത്ത് നക്ഷത്രങ്ങൾ കാണാനില്ല. ആ നക്ഷത്രങ്ങൾ മുഴുവനും അവിടുന്ന് തൂത്തുവാരി മാറ്റിയിരിക്കുന്ന രീതിയിൽ ആ സ്ഥലത്ത് ഒന്നും കാണുന്നില്ല. എന്നാൽ അവൻ മറ്റൊരു കാര്യം അവിടെ കാണുകയാണ്. സുന്ദരിയായ ഉയരമുള്ള ഒരു സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവൻ നോക്കുമ്പോൾ തൻ്റെ അയൽവാസിയുടെ വീടിൻ്റെ മുകളിൽ ഒരു 20 മീറ്റർ മുകളിലായിട്ടാണ് ഈ സ്ത്രീ പ്രത്യക്ഷപ്പെടുക. നക്ഷത്രങ്ങൾക്ക് ഇടയിൽ ഒരു ഭാഗത്ത് തൻ്റെ അയൽവാസിയുടെ വീടിൻ്റെ 20 മീറ്റർ മുകളിൽ ഈ സ്ത്രീ സുന്ദരിയായ വലിയ ഒരു രൂപത്തിൽ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അവൻ അവളെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ കണ്ടു അവളൊരു നീല അങ്കി ധരിച്ചിരിക്കുന്നു. അവളുടെ അങ്കിയിലെല്ലാം നക്ഷത്രങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. ഇതുപോലെ ഒരു രൂപം തങ്ങളുടെ ഇടവക ദേവാലയത്തിൽ വികാരിയച്ഛനും സൂക്ഷിച്ചിരിക്കുന്നത് ഇവൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലെന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ നീല അങ്കിയും അങ്കി നിറയെ നക്ഷത്രങ്ങളുമുള്ള ഉടുപ്പ് അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന സ്ത്രീയെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൻ കണ്ടു അവളുടെ ശിരസിൽ നിന്ന് കറുത്ത നിറത്തിലുള്ള ഒരു ശിരോവസ്ത്രം, നീണ്ട ഒരു ശിരോവസ്ത്രം ഇങ്ങനെ താണി കിടക്കുന്നു. ആ ശിരോവസ്ത്രത്തിൻ്റെ മുകളിൽ സ്വർണ്ണ നിറത്തിലുള്ള ഒരു കിരീടം അവൾ ധരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവൻ നോക്കിയപ്പോൾ ഈ സ്ത്രീയുടെ അരപ്പട്ടയിൽ അരക്കെട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നുമില്ല.
ഒരു നീണ്ട അങ്കിയാണ് ധരിച്ചിരിക്കുക. എന്നാൽ സ്വർണ്ണ ബക്കിളുകളുള്ള ഒരു ഷൂസ് അവൾ ധരിച്ചിട്ടുണ്ട്. ഇപ്രകാരം ഒരു ചിത്രമാണ് ഇവൻ കാണുക. അവൾ നിൽക്കുന്നത് തല ഇടത്തോട്ടോ വലത്തോട്ടോ ചരിക്കാതെ ഇവനെ തന്നെ നോക്കിക്കൊണ്ട് അവൾ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. അവളുടെ കരങ്ങൾ മുന്നോട്ട് വിരിച്ചു പിടിച്ച് തന്നെ അടുത്തേക്ക് വിളിക്കുന്നത് പോലെ, സ്വാഗതം ചെയ്യുന്നത് പോലെ കരങ്ങൾ വിരിച്ചുകൊണ്ട് അവൾ നിൽക്കുന്നു. അവളുടെ മുഖത്ത് പുഞ്ചിരി നിറഞ്ഞിരിക്കുന്നു. വളരെ ആകർഷണമായ ഒരു പ്രത്യക്ഷപ്പെടൽ, വളരെ സ്നേഹത്തോടെ അടുത്തേക്ക് വിളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യക്ഷപ്പെടലാണ് അവൻ അവിടെ കാണുക. ഇവനിത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അനുജൻ ജോസഫ് വീട്ടിൽ നിന്ന് ഓടി തൻ്റെ കളപ്പുരയിലേക്ക് ഓടിയെത്തി. അവിടെ ചെന്നപ്പോൾ ജോസഫും ഈ രൂപം ദർശനം കാണുകയാണ്. ഇവർ രണ്ടും സംസാരിക്കുന്നില്ല. ജോസഫും ആകാശത്തിൽ ഈ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കണ്ട് ജോസഫ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുന്നു. അവൻ ഇത് കണ്ട് അന്തിച്ച് നിൽക്കുകയാണ്. ജോസഫിൻ്റെ ഈ വാക്കുകളൊക്കെ കേട്ട് വീട്ടിൽ നിന്നും അപ്പൻ സീസറും അമ്മ വിക്ടോറിയയും ഓടിയെത്തി നോക്കുമ്പോൾ മക്കളിങ്ങനെ നോക്കി നിൽക്കുന്നു. എന്നാൽ അവർ നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. ആകാശത്തിൽ നക്ഷത്രങ്ങൾ മാത്രം അവർ കാണുന്നു. എന്നാൽ ഇവൻ വിളിച്ചു പറഞ്ഞ സുന്ദരിയായ സ്ത്രീയൊന്നും അവർ കാണുന്നില്ല. മക്കൾക്കെന്തോ ഒരു മിഥ്യാ സങ്കല്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന 5 പ്രാവശ്യം ചൊല്ലുക. അങ്ങനെ അവരൊന്നു ചേർന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന 5 പ്രാവശ്യം അവർ ചൊല്ലി. അതിനുശേഷം വിക്ടോറിയ പറഞ്ഞു, വാ നമുക്ക് അത്താഴം കഴിക്കാം എന്നും പറഞ്ഞ് അവർ കുഞ്ഞുങ്ങളെയും കൂട്ടി വീട്ടിലേക്ക് പോയി അത്താഴം വിളമ്പിക്കൊടുത്തു. അപ്പോൾ ഏതാണ്ട് സമയം വൈകുന്നേരം 6:15. നമുക്കറിയാം, യൂറോപ്പിലൊക്കെ അവർ അത്താഴം കഴിക്കുന്നത് നേരത്തെ കഴിക്കും. 6 മണി 6:30 യൂറോപ്പിലെ അത്താഴ സമയം. നമ്മളൊക്കെ കേരളത്തിലാണല്ലോ ലേറ്റായിട്ട് അത്താഴം കഴിക്കുക. യൂറോപ്യൻ സാധാരണ നേരത്തെ അത്താഴം കഴിക്കുക. അത്താഴം കഴിഞ്ഞ് ഈ കുട്ടികൾക്ക് വീട്ടിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. കാരണം അവർ കണ്ട കാഴ്ച അവരെ വീണ്ടും അതിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ രണ്ടുപേരും കൂടെ ഓടി വീണ്ടും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കളപ്പുരയിലേക്ക് പോയി. ചെല്ലുമ്പോൾ ഈ സ്ത്രീ പുഞ്ചിരിച്ചുകൊണ്ട് കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് അവരെ കാത്തു നിൽക്കുന്നതായിട്ട് കുട്ടികൾ കാണുകയാണ്. ഈ കുട്ടി മാതാപിതാക്കളുടെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പോഴും ഈ സ്ത്രീയെ കാണാൻ സാധിക്കുന്നുണ്ട്, ഇവളിങ്ങനെയൊക്കെയാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയായിരിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ഒരു കോൺവെൻറ്റ് സ്കൂളിലേക്ക് സീസറും വിക്ടോറിയയും ആളയച്ച് സിസ്റ്റർ വിറ്റാലിയയെ കൂട്ടിക്കൊണ്ടുവന്നു. സിസ്റ്റർ വിറ്റാലിയ അന്ന് അറിയപ്പെട്ടിരുന്ന ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ വിറ്റാലിയ കടന്നു വന്നതും തന്നെയല്ല, കോൺവെൻറ്റ് സ്കൂളിൽ നിന്ന് വൈകുന്നേരം ആയല്ലോ, രാത്രിയാവുന്നല്ലോ. അപ്പോൾ തൻ്റെ കൂടെ 2 കുട്ടികളെയും സിസ്റ്റർ വിക്ടോറിയ കൂട്ടിക്കൊണ്ടുവന്നു. ഈ കുട്ടികളുടെ പേര്, ഒന്നാമത്തെ കുട്ടി ഫ്രാങ്കോയിസ് റിച്ചർ, 11 വയസ്സുള്ള ഒരു പെൺകുട്ടി. രണ്ടാമത്തെ കുട്ടി ജീൻ മരിയ ലെബോയ്സ് എന്ന് പറയുന്ന ഒരു 9 വയസ്സുകാരി. ഈ 2 പെൺകുട്ടികളുമായിട്ടാണ് സിസ്റ്റർ വിറ്റോലിയ കടന്നു വരിക. ഈ പെൺകുട്ടികൾ ഈ വീടിൻ്റെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ രൂപം ദൂരെ നിന്നുകൊണ്ട് തന്നെ ഇവർ കണ്ടു. ഉടനെ തന്നെ ആ പെൺകുട്ടികൾ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുക, സുന്ദരിയായ ഉയരത്തിലുള്ള ഒരു സ്ത്രീയെ ഞങ്ങൾ കാണുന്നുവെന്ന്. സുന്ദരിയായ ഉയരമുള്ള ഒരു സ്ത്രീ ഞങ്ങൾ കാണുന്നു. പിന്നീട് പെൺകുട്ടികൾ പങ്കുവെച്ചു, അവർ കണ്ടത് നീല മേലങ്കി ധരിച്ച് അതിൽ നക്ഷത്രങ്ങൾ തുന്നിച്ചേർത്ത അങ്കി അണിഞ്ഞ ഉയരമുള്ള സുന്ദരിയായ ഒരു സ്ത്രീയാണ് എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ഒരേ ദർശനം തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് കാണുകയാണ്. ഇപ്രകാരം കുട്ടികളിങ്ങനെ ദർശനങ്ങളൊക്കെ കണ്ട് ആകാംക്ഷഭരിതരായിരിക്കുമ്പോൾ ഇത് കേട്ടറിഞ്ഞ് അയൽപക്കത്തുള്ള പലരും കൂട്ടമായി വരുവാൻ തുടങ്ങി. ഈ വന്നവരോടൊക്കെ ഈ കുട്ടികൾ തങ്ങൾ കണ്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. രൂപവും ഭാവവും അവർ കണ്ടത് എന്തൊക്കെയാണെന്ന്. ഈ ആളുകൾ എല്ലാ 4 കുട്ടികളുടെ അടുത്തുനിന്നും കേട്ട കാര്യങ്ങളൊക്കെ ഒരേ രീതിയിലുള്ള കാര്യങ്ങളാണെന്നും
കുട്ടികൾ കണ്ട ദർശനത്തിന് എല്ലാത്തിനും ഒരേ രീതിയിലുള്ള ദർശനമാണ് അവർ പങ്കുവച്ചതെന്നും ആളുകൾക്ക് മനസ്സിലായി. അപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞു, ഇതിലെന്തോ പ്രത്യേകതയുണ്ട്, ഈ കുട്ടികൾക്കൊരു സ്വർഗീയ അനുഭവം ലഭിച്ചിരിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞു. ഉടനെ തന്നെ ആളുകൾ ഇടവക പള്ളിയിലേക്ക് പോയി വികാരിയച്ഛനായ ഫാദർ ആബെ മൈക്കിൾ ഗുവറിനെ കൂട്ടിക്കൊണ്ടുവന്നു. വൃദ്ധനായ അദ്ദേഹം ആ വന്യ പുരോഹിതൻ കടന്നു വന്ന് മാതൃഭക്തനായിരുന്നെങ്കിലും പരിശുദ്ധിയെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന വികാരി ആയിരുന്നെങ്കിലും ഈ സ്ഥലത്ത് കടന്നു വന്ന് അച്ഛൻ നോക്കുമ്പോൾ ആകാശം നിറയെ നക്ഷത്രങ്ങളെ മാത്രമേ അച്ഛന് കാണുവാൻ സാധിച്ചുള്ളൂ. എന്നാൽ പരിശുദ്ധ അമ്മയെയോ ഈ കുട്ടികൾ വിവരിച്ച ഉയരമുള്ള സുന്ദരിയായ സ്ത്രീയൊന്നും ഈ വൈദികനും കാണുവാൻ സാധിച്ചില്ല. എന്നാലും പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഈ വന്യ പുരോഹിതൻ്റെ സാന്നിധ്യത്തിൽ ഈ പ്രത്യക്ഷപ്പെടൽ, പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടൽ മറ്റൊരു സ്ഥിതിയിലേക്ക് മാറുവാൻ തുടങ്ങി. പ്രിയമുള്ള സഹോദരങ്ങളെ, വൃദ്ധനായ വന്യനായ വിശുദ്ധനായ ഈ വികാരിയച്ഛൻ്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ഉണ്ടായ ആ ഗതിമാറ്റം എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും അടുത്ത എപ്പിസോഡിൽ നാം മനസ്സിലാക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ 1871 ഫോണ്ടമേനിൽ പ്രത്യക്ഷപ്പെട്ട് നൽകിയ ഈ സന്ദേശങ്ങളൊക്കെ ഈ കാലഘട്ടത്തിന് വളരെ വളരെ പ്രസക്തിയുള്ളതാണ് എന്നും അടുത്ത എപ്പിസോഡുകളിൽ നിന്ന് നാം തിരിച്ചറിയും. പരിശുദ്ധ അമ്മ രാഷ്ട്രീയമായി കലുഷിതമായ യുദ്ധക്കെടുതിയിൽ, യുദ്ധത്തിൻ്റെ ഭീകരതയിൽ നിന്ന ഈ ജനങ്ങൾക്കിടയിൽ, ഈ മക്കൾക്ക് മുൻപിൽ ഒരു ഇടവക മുഴുവനും വികാരിയച്ഛനോട് ചേർന്ന് പരിശുദ്ധയമ്മയുടെ പ്രത്യേക സഹായത്താൽ പ്രാർത്ഥിച്ചപ്പോൾ ആ മക്കൾക്ക് എപ്രകാരമാണ് സ്വർഗത്തിൽ നിന്ന് സഹായം എത്തിച്ചു കൊടുത്തതെന്നും ഈ അപകടകരമായ സാഹചര്യത്തിൽ നിന്ന് അമ്മ എപ്രകാരമാണ് അവരെ രക്ഷിച്ചതെന്നും നമ്മൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ നിന്ന് മനസ്സിലാക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഓരോ നിർണായക നിമിഷങ്ങളിലും പരിശുദ്ധ അമ്മ കൂടെയുണ്ട് എന്ന തിരിച്ചറിവാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഫോണ്ടമേനിലെ ഈ പ്രത്യക്ഷപ്പെടലിലൂടെ മനസ്സിലാക്കുക. ആയതിനാൽ നമുക്കും നമ്മളെ തന്നെയും നമ്മുടെ ഈ കാലഘട്ടത്തെയും നമ്മൾ അഭിമുഖീകരിക്കുന്ന സകല പ്രതിസന്ധികളെയും പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ എന്ന്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും നിങ്ങളെല്ലാവരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.